Welcome my dear students to the new session of International Business. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു 4 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ പല ടോപ്പിക്കുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. The topic is reasons for the recent growth of international business. Why international business has been developed so much in these recent years. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്തുകൊണ്ട് ഇത്രയധികം വളർന്നു, എന്താണ് അതിന് അനുകൂലമായി നിന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിരുന്ന സമയത്ത്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് അതിൻ്റെ അനുകൂല ഘടകങ്ങളെന്ന്. അതുതന്നെയാണ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എങ്കിലും ആസ് എ ടോപ്പിക് വി ഹാവ് ടു ഡിസ്കസ് ദാറ്റ്. എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണുള്ളത്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. And this is the era of communication revolution, you know that. And how this communication revolution helped the growth of international development, the growth of technology, how it helped the growth of international business. Likewise, the increased version of logistics, increased version of transportation, and likewise increased profitability. All these things have attracted mostly the venturers of this international business, and we can discuss it one by one. The first one is information technology revolution. Information technology revolution. The topic is reasons for growth of international business. International business. This is the topic, and here the first point we have to discuss is information technology revolution. Information technology revolution. This information technology revolution. And what is revolution? എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിപ്ലവകരമായിട്ടുള്ള മാറ്റം, അതാണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാമെങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള അത്രയും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, ട്രമെൻഡസ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് information technology. Information can be collected, it can be processed from anywhere, and we can use so many methods, so many digital and other methods to process it, and we can derive so many informations, and we can derive so many conclusions from those informations, and that much development has been taken place in the field of this information technology. And namukkariyam, sitting in our house we can know the features of a particular product or service, and at the same time we can know the demand of a particular product, and we can know the taste of the consumers, and how much they are needed. All these things we can know sitting inside our house. So അത്രത്തോളം ഡെവലപ്മെൻറ്റ് എവിടെ വന്നു കഴിഞ്ഞു, ഇൻഫർമേഷൻ ടെക്നോളജി ഫീൽഡിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. അത് ഏറ്റവും നല്ല രീതിയിൽ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ദെൻ വി ആർ ഡൂയിങ് ബിസിനസ് അക്രോസ് ദ കൺട്രി, അല്ലേ? ആ ഒരു ക്രോസിങ് ദ ബോർഡർ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തീരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കളക്ട് ചെയ്യാനും അതിനനുസരിച്ച് നമുക്കത് ഡെലിവർ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. ഈ ഒരു സമയത്തല്ലാതെ വേറൊരു സമയത്ത് ഇൻ്റർനാഷണൽ ബിസിനസ്സിന് വളരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും
ഷോർട്ടായിട്ട് അതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാനായിട്ട് സാധിക്കുക. സോ ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷൻ ഇസ് ദ ടെക്നോളജി ഈസ് ഓൾറെഡി ഡെവലപ്ഡ്. ടെക്നോളജിയിൽ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വന്നിട്ടുള്ളത്, മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഒന്നാമത്തേത് ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ് ആണ്. ഇനി രണ്ടാമത്തത് ഞാൻ എല്ലാ പോയിന്റ്സും ഇവിടെ എഴുതുന്നില്ല, സ്ഥലത്തിൻ്റെ കുറവ് മൂലം ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എഴുതാം. ദ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെന്റ് ഓഫ് ദിസ് development of transportation technology. Transportation technology, information technology we have already discussed, and next one is transportation technology. And what do you mean by transportation technology? Transportation means transferring goods or services from one place to another or from one country. As it is international business, we have to transfer goods and services from one country to another country. And there are so many modern methods available for transporting these goods and services from anywhere to anywhere. So that much development transportation technology അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ തന്നെ ഒരുപാട് നൂതന സമ്പ്രദായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈസിയർ ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിന് യോജിച്ച രീതിയിൽ, നമ്മുടെ സർവീസുകൾക്ക് യോജിച്ച രീതിയിൽ ഏറ്റവും അനുകൂലമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്താനായിട്ടുള്ള മെത്തഡോളജീസ് അവിടെ ഉണ്ട് എന്നുള്ളത് എന്തിനെ സഹായിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഈവൺ വി ക്യാൻ ട്രാൻസ്പോർട്ട് വേരിയസ് ഫയൽസ് ആൻഡ് വേരിയസ് ഇൻഫർമേഷൻസ് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫയൽസ്, റെക്കോർഡ്സ്, ബിൽസ്, വൗച്ചേഴ്സ്, ഇതൊക്കെ ആവശ്യമാണ് അവിടെ നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ. ആ ട്രാൻസ്പോർട്ടേഷനും കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ട്രാൻസ്ഫറിങ് കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് വി ക്യാൻ ഡു ഓൺലൈൻ ട്രാൻസ്ഫേഴ്സ് അല്ലേ. ഓൺലൈൻ ട്രാൻസ്ഫേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ ട്രാൻസ്ഫേഴ്സിലൂടെ നമുക്ക് ഏത് റെക്കോർഡ് വേണമെങ്കിലും, ഏത് ഫയലുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ്സ് എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് reason for the development of international business. And next one is communication enabled control from afar. Communication enabled control from afar. Communication enables control from afar. And when we are thinking about a business concern, when the factors affecting the business concerns, if they are situating in a far away place, and usually we will term it as uncontrollable or external environment. If it is an external environment, if the factor is contained in external environment, we cannot control it in a easier method. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻവയോൺമെൻറ്റ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള സംഭവമാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇവിടെ ഇൻ്റർനാഷണൽ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർ അവേ പ്ലേസ് എന്ന് പറഞ്ഞാൽ പോരാ. എന്താ പറയുക, പല കൺട്രീസിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമാവണമെന്നില്ല. അതേസമയം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ച ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അല്ല, കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ കാര്യങ്ങളെ, നമുക്ക് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് യു മീൻ ബൈ എഫ്ആർ? എഫ്ആർ മീൻസ് ഫ്രം ഫാർ അവേ പ്ലേസസ്, അകലെ ഇരുന്നുകൊണ്ട്, എന്താ പറയുക, ദൂരസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പോലും, ഇപ്പം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനത്തിനെ എന്ത് ചെയ്യാൻ സാധിക്കും, നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സോ എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് മച്ച് പെർഫെക്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് മച്ച് സ്പീഡിയർ
അല്ലേ? അതുകൊണ്ട് തന്നെ ഫാർ അവേ പ്ലേസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പണ്ടങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അത്രയും ഡെവലപ്ഡ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അത്രയും ഡെവലപ്ഡ് അല്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അല്ലേ? ഒന്ന് നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാത്തിരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ്, അല്ലേ? അതൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ ഹിൻഡർ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫാർ അവേ പ്ലേസസിൽ ഇരുന്നു കൊണ്ട് പോലും നമുക്ക് ആരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് കൺസേണുകളെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസുകളെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്സ് ആർ more conducive for international or operations. Transportation and communication costs, അല്ലേ? എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്? എന്താണ് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്. Transportation and communication costs are conducive. And what do you mean by conducive? It is conducive. Conducive means it is mostly suitable and it is, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, അല്ലേ? അപ്പോൾ കോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ പലരും അത് ചെയ്യാറില്ല, അല്ലേ? അതേസമയം ഇന്ന് കൺഡ്യൂസീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. കൺഡ്യൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിന് ഈ കോസ്റ്റുകൾ താങ്ങാൻ പറ്റാത്തതാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുവിധം അനുയോജ്യമായിട്ടുള്ള, ഒരുവിധം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ രംഗത്തേക്ക്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാനായിട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനും പറ്റിയിട്ടുണ്ട്? കോസ്റ്റുകൾ ഒരുവിധം കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു സംഭവമാണ്. നെക്സ്റ്റ് വൺ ഈസ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് liberalization of cross border movements. That is the next important reason, that is liberalization. You know what is liberalization? LPG we have already discussed, അല്ലേ? ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സിനുള്ള അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപാട് അഴവ് വരുത്തിയിട്ടുണ്ട്. ആര്? എല്ലാ ഗവൺമെൻറ്റുകളും. ഇന്ത്യ മാത്രമല്ല, എല്ലാ ഗവൺമെൻറ്റുകളും അതിന് ഒരുപാട് ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ലേബറേഴ്സിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കാം, റോ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കാം, മെഷീനറി, ടെക്നോളജി, ഇതിൻ്റെയൊക്കെ ട്രാൻസ്ഫേഴ്സ് മൂവ്മെൻറ്റ്സ് ആയിരിക്കാം. ഇതിനൊക്കെ തന്നെ ലിബറലൈസേഷൻ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ അത് കാര്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോവർ ഗവൺമെൻറ്റൽ ബാരിയേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് റിസോഴ്സസ് enables companies to have better advantage of international businesses. അതായത് കുറച്ചുകൂടി ഗവൺമെൻറ്റൽ ബാരിയേഴ്സ് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? കുറവ് സംഭവിച്ചിട്ടുണ്ട്. ലോവർ ഗവൺമെൻറ്റൽ ബാരിയേഴ്സ്, lower governmental barriers helps to increase profitability. That's the next important reason. ബാരിയേഴ്സ് കുറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ ഇൻവോൾവ് ആവുന്ന എന്താ പറയുക കോസ്റ്റുകൾ അതെന്ത് ചെയ്തു? കുറഞ്ഞു. അതായത്
ഫോർമാലിറ്റീസ്, നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇന്ന ഡോക്യുമെൻറ്റ്സ്, ഇന്ന ഫോർമാലിറ്റീസ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫീസുകൾ, ലെവീസ്, ഇതൊക്കെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ബാരിയേഴ്സ്, അതിൻ്റെ ഹിൻഡ്രൻസുകളൊക്കെ കുറേ നമ്മൾ നേരത്തെ പറഞ്ഞു, ലിബറലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവോൾവ് ആവുന്ന കോസ്റ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ ആ കോസ്റ്റ് കുറഞ്ഞപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥ, ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ എന്തിലേക്ക് എൻ്റർ ചെയ്യും, ആ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് there is only one word there, that is globalization. Globalization. This is also an important thing, or this is also an important reason for the growth of international business. Everywhere and in every market people think and people they works for globalization. And every marketing activities are coordinated for globalization. Everywhere there is globalization. So we cannot think about the domestic market. And domestic market in the കാലഘട്ടം, domestic ബിസിനസ്സിൻ്റെ ആ ഒരു കാലഘട്ടം അവസാനിച്ചു പോയി എന്ന് തന്നെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കരുതുന്നത്. ആ ഫീൽഡിലുള്ള ബിസിനസ്മെന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ ഒരു കോൺസെപ്റ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് വേറൊരു വിധത്തിലുള്ള മാർക്കറ്റിനെ കുറിച്ച്, ലോക്കൽ മാർക്കറ്റിനെ കുറിച്ച്, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പുതിയ പുതിയ എൻ്റർപ്രണേഴ്സ്, പുതിയ പുതിയ കോൺസെപ്റ്റുകളൊക്കെ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് നെക്സ്റ്റ് വൺ. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് WTO. Establishment of WTO. You know this organization, WTO stands for World Trade Organization. World Trade Organization. And almost or majority of the countries are members in World Trade Organization. It has been established and started functioning in the year 1995. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആൻഡ് ദ മെയിൻ എയിം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദിസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇസ് they have to formulate the international rules and regulations for supporting international business. International businessനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വേൾഡ് ലെവലിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉദ്ദേശം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം. ആൻഡ് ഏകദേശം 164 മെമ്പേഴ്സ്, 164 കൺട്രീസാണ് അതിലെന്തായിട്ടുള്ളത്, മെമ്പേഴ്സ് ആയിട്ട് ഉള്ളത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദിസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ഓർ ഇറ്റ് ഓൾവേസ് സപ്പോർട്ട്സ് എ ഫങ്ഷനിങ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുഖ്യമായിട്ടുള്ള എന്തെന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ അനുകൂലിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഫോർമുലേറ്റ് ചെയ്യുള്ളൂ. അതുവരെയും ഉണ്ടായിരുന്ന ഏകദേശം 1948 ഒക്കെ ഫോം ചെയ്ത ഗാറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗാറ്റ് കരാർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. ഗാറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഏറ്റവും അനുകൂലിക്കുന്ന ഒരു ഘടകമായിട്ട് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു
ഒരു വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കേണ്ടി വരും? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് fast growth of India, Korea and China. Fast growth of India, Korea and China, and statistics shows that India, Korea as well as China, they are growing at a faster rate, and nowadays I think due to corona something may have happened in this field, but at the same time things ഒക്കെ അനുകൂലം തന്നെയാണ്. ഒരുപാട് എന്തുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും കൊറിയയും ഇതിനോട് പ്രത്യേകിച്ച് സൗത്ത് കൊറിയ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു, ഫാസ്റ്ററായിട്ട് സ്പീഡിയറായിട്ട് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് അവിടെ പ്രൊഡക്ഷൻ്റെ കേസിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റിയുടെ കേസിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, പ്രത്യേകിച്ചും IT ഫീൽഡുകളിലുള്ള പ്രൊഡക്ഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, ഇൻഡസ്ട്രിയലൈസേഷനിലുള്ള കുറച്ചും കൂടി ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും ഫാസ്റ്ററായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻസ്, ഇതൊക്കെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു ഗ്രോയിങ് കൺട്രീസ് എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു ഗ്രോയിങ് റേറ്റ് തന്നെ ഇൻക്രീസ് ചെയ്യുന്നതിൽ മുഖ്യമായിട്ടുള്ള ഘടകങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം, പറയാനായിട്ട് സാധിക്കുക. സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ചൈനയും ഇന്ത്യയും സൗത്ത് കൊറിയയും അതുപോലുള്ള വികസ്വര രാജ്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും അവരുടെ ആ ഒരു ഫാസ്റ്റ് പേസ് അവർ തിരിച്ചു അല്ലെങ്കിൽ ആ ഫാസ്റ്റ് പേസിലേക്ക് അവർ വന്നതായിട്ട് നമുക്ക് ഏകദേശം കണക്കാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ദേ ആർ ഓൾസോ ഇൻവോൾവിങ് ഇൻ്റർനാഷണൽ business. They are also trying to engage themselves in international business. So അതും അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സഹായിച്ചിട്ടുള്ളൊരു ഘടകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്ലോബലൈസേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഗ്ലോബലൈസേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. Globalization of attitudes. And what is attitudes relating to globalization is there. At the same time globalization of attitudes is there. And what is attitude relating to globalization? Globalization ഓടുള്ള attitude അല്ലേ, ആ ആറ്റിറ്റ്യൂഡിൽ വളരെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കമ്പയറിങ് ടു 25 years ബാക്ക് or 20 or 25 years back, the attitude of the people were not that much satisfactory towards this international business. അതേസമയം ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സാഹചര്യം, ഒരുപാട് ആൾക്കാർ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ, വ്യക്തികളെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്ഥാപനങ്ങളെ, ഗവൺമെൻറ്റുകളെ ഒരുപാട് ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മൗൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗ്ലോബലൈസേഷൻ ഈസ് ടുഡേ ഇറ്റ് ഈസ് ദാറ്റ് മച്ച് ഹെൽപ്ഫുൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. അറ്റ് ദ സെയിം ടൈം we can globalize the attitudes of different countries, അല്ല, attitudes of different countries. ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ വിവിധ രാജ്യങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ഗ്ലോബലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ തന്നെ ആ ഒരു എക്സിസ്റ്റൻസിന്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന്, ഡെവലപ്മെൻറ്റിന് എന്ത് സഹായിക്കുന്നുണ്ട്, ദ ഗ്ലോബലൈസേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ് സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഓഫ് education. Next one is growth of education. Growth of education. And
ഹൗ ദ എഡ്യൂക്കേഷൻ ഹെൽപ്സ് അല്ലേ. ഇപ്പോൾ ഇന്ന് പല എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റുകളും എങ്ങനെ പുറമേ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനീസിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് പറ്റിയ രീതിയിലാണ് പല എഡ്യൂക്കേഷണൽ സമ്പ്രദായങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, അതായത് പലപ്പോഴും നമ്മുടെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി പുറമേ ഏതെങ്കിലും കൺട്രീസിൽ പോയിട്ട് എന്ത് ചെയ്യുക, സ്കോളർഷിപ്പോട് കൂടിയിട്ടൊക്കെ പഠിക്കുക. ഗവൺമെൻറ് അങ്ങനത്തെ സ്കോളർഷിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ പോയിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഇത് കുറച്ചും കൂടി അവർക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ അവരുടെ സർവീസ് കൊടുക്കുക ായിട്ട് എന്ത് ചെയ്യും സാധിക്കും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ എഡ്യൂക്കേഷണൽ പാറ്റേണിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പഠിക്കുക, നമുക്ക് വേണ്ടി മാത്രം സേവനം ചെയ്യുക, നമ്മുടെ ബിസിനസ്സിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ബിസിനസ് ചെയ്യുക, ആ ട്രെൻഡുകളൊക്കെ എന്ത് ചെയ്തു മാറി. എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്ത്. എഡ്യൂക്കേഷനിൽ ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതും ഒരു പരിധിവരെ എന്തിനെ സഹായിക്കുന്നുണ്ട്, ഗ്ലോബലൈസേഷനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഹിയർ ഇന്റർനാഷണൽ ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സാച്ചുറേഷൻ ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. Saturation of domestic market. And what do you mean by saturation? Saturation means outdating. And അതിൻ്റെ കാലം കഴിഞ്ഞു. ഈ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു കാലം, പണ്ടത്തെ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ഇതിലേക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല അല്ല. ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഹൊറൈസണൊക്കെ വലുതായി. അതിൻ്റെ എന്താ പറയുക, ആ ഒരു ഗ്ലോബലൈസേഷനൊക്കെ നടന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് ഇന്നുള്ളത്. അപ്പോൾ ശരിക്കും ഡൊമസ്റ്റിക് മാർക്കറ്റിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ കാലം എന്ത് ചെയ്തു കഴിഞ്ഞു. ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ കാലം ഇവിടെ കഴിഞ്ഞു. ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് അല്ലേ. വേൾഡ് ലെവൽ മാർക്കറ്റാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ പലരിലും ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്രീ ആക്സസിബിലിറ്റി to different countries. Free accessibility. So different countries they are opening their doors to other countries so that they can easily start their own business in those countries അല്ലേ. ഇപ്പോൾ സോ പല രാജ്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷമമോ അല്ലെങ്കിൽ വലിയ തടസ്സമോ ഇല്ല ആര് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കൊണ്ട്. വേറെ രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് ചെന്ന് ബിസിനസ് നടത്തുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവരെന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല അല്ലേ. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു സ്ഥിതിവിശേഷമല്ല ഇന്നത്തെ സമയത്ത് ഉള്ളത്. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും ഫ്രീ ആയിട്ട് എൻട്രി കൊടുക്കാനും ഒക്കെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ഗവൺമെൻറ്റുകൾ, ഡിഫറെൻറ്റ് കൺട്രീസ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹോസ്റ്റ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറം രാജ്യങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാനായിട്ട് വലിയ പ്രശ്നമോ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയും. നെക്സ്റ്റ് വൺ ഈസ് increase in the image and goodwill of the business.
This is also a reason for the development of international business. The image of the business is increasing. The goodwill of the business is increasing. A business conducting an international business, അല്ലേ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കമ്പനീസിനേക്കാളും എന്ത് തന്നെയായാലും ആ ഒരു ഗുഡ്വില്ലും അതോടൊപ്പം തന്നെ ആ ഒരു ഇമേജും കൂടുതൽ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അപ്പം നമ്മൾ പലപ്പോഴും MNCകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. എന്തുകൊണ്ടാണ് MNCസിൻ്റെ പ്രാധാന്യം, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അത് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം അത് എന്തിനെ സപ്പോർട്ട് ചെയ്യണോണ്ടാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യണോണ്ടാണ്. മാത്രമല്ല അതൊരു രാജ്യത്തിൻ്റെ എക്കണോമിക് വ്യവസ്ഥയെ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണത്, പഠിക്കുന്നത്. നാഷണൽ ബിസിനസ്സിനേക്കാളും നമ്മൾ കൂടുതൽ പ്രാധാന്യം ഇൻ്റർനാഷണൽ ബിസിനസ്സിന് എന്ത് തന്നെയായാലും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ബിസിനസ്സിൻ്റെ മൂല്യവും അതിൻ്റെ ഗുഡ്വില്ലും അതിൻ്റെ ഇമേജും എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റീസൺസ്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് റീസണുകളാണ് നോക്കിയത്. എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ് ഈ വളരെ റീസെൻറ്റ് ഗ്രോത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസെൻറ്റ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ അതിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ദീസ് ആർ ദി വേരിയസ് റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. 1 by 1 ആയിട്ട് കുറച്ച് പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചിട്ടുള്ളത്. And the next topic is, there is one small topic in your textbook, that is difference between international market and international business. You have to know the difference between international market and international business. These two terms we are using simultaneously, but at the same time there are difference in its meaning. So what is the peculiar meaning of international market and international business? ഏതാണ് വലുത്, ഇന്റർനാഷണൽ ബിസിനസ് ആണോ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആണോ വലുത്? ഏതാ വലുതായിരിക്കുക? വലുത് എപ്പോഴും ഇന്റർനാഷണൽ ബിസിനസ് തന്നെയാണ്, അല്ലേ? ആൻഡ് വാട്ട് യു മീൻ ബൈ ഇന്റർനാഷണൽ ബിസിനസ്? International business means conducting business internationally or crossing the border of different countries. So that is international business. And at the same time we have to transport, exchange various economic, finance and production resources from one country to another country. So that's the peculiarity of international business. And it also includes international production also. Sometimes there will be production internationally, we will produce goods as well as services. ഗുഡ്സും സർവീസുകളും ഇന്റർനാഷണലി നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻ്റർനാഷണലി കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ അത് പഠിച്ചതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണ്, നമ്മൾ ഡെഫിനിഷനിലൂടെ അത് വളരെയധികം നന്നായിട്ട് പഠിച്ചതാണ്. അതേസമയം ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ മാർക്കറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്, നോക്കണത്. വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ടോപ്പിക് അതിൽ ഇൻക്ലൂഡ്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഡിസൈനിങ് അവർ ബിസിനസ് ടു സ്യൂട്ട് ദ പ്ലാനിങ്, ടു സ്യൂട്ട് ദ ഡയറക്റ്റിംഗ്, ടു സ്യൂട്ട് ദ വേരിയസ് ഓർഗനൈസിങ് മെത്തേഡ്സ് ടു considerably doing or we are conveniently doing the transfer of goods and services from one country to another country or from the producer to the consumer. That's the term, that's the part of marketing. Marketing എന്ന് പറയുമ്പോൾ ശരിക്കും അതാണ് അവിടെ നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട്, അതായത് ഇവിടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക്, അല്ലേ, സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ പോകണം എന്ന് പ്ലാൻ ചെയ്യുകയും അത് ഡയറക്റ്റ് ചെയ്യുകയും അത് ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്, അല്ലേ? അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് നടത്താം, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫറിങ് എങ്ങനെ നടത്താം
എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. നമുക്കവിടെ ഡെഫിനിഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് പോലെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഈസ് ദ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു പ്ലാൻ, പ്രൈസ്, പ്രൊമോട്ട് ആൻഡ് ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കൺസ്യൂമേഴ്സ്. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഫ്ലോ അത് കൃത്യമായിട്ട് ചെയ്യുക. ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൽ പലതും പെടും അല്ലേ. നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രൈസ് ചെയ്യണത്, എങ്ങനെയാണ് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഒക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇൻ്റർനാഷണലി നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൈഡനിങ് കുറച്ച് കൂടി, അതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടെ വൈഡറായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ കുറച്ചും കൂടി ക്രോസ് ദ ബോർഡർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമോ, എന്തൊക്കെയാണോ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതെല്ലാം പെടും. കൺസ്യൂമർ മാത്രമല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും സീറോ ടു ഇത് നമ്മൾ എന്ത് ചെയ്യണതാണ്, ചെയ്യുന്ന ആ എല്ലാ ആക്ടിവിറ്റീസിനെയും ഉൾപ്പെടുത്തുന്നതാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ഇവിടെ എഴുതിയിട്ടുള്ളത്, ദീസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് നോർമലി ദ എക്സ്ചേഞ്ച് ഓഫ് എക്കണോമിക് റിസോഴ്സസ് such as goods, capital and services comprising technologies, skilled labor, transportation, etc. And they also include international production, and the production may embrace either production of physical goods or production of services like banking, finance, insurance, constructions, etc. ഗുഡ്സിൻ്റെയും ആയിരിക്കാം സർവീസസിൻ്റെ ആയിരിക്കാം, രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇൻ്റർനാഷണലി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതിന് വേണ്ട റിസോഴ്സസുകളും അത് ലേബറേഴ്സും ക്യാപിറ്റലും എല്ലാം സപ്ലൈ ചെയ്ത് അതിനെ എങ്ങനെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമോ, അതാണ് എവിടെ വരുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഭംഗിയിൽ പറയാമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഈസ് എ നാരോ കോൺസെപ്റ്റ്, ബട്ട് ഇൻ്റർനാഷണൽ ബിസിനസ് ഇസ് എ വൈഡർ കോൺസെപ്റ്റ് അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള, അതാണ് എല്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഹോൾ കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കുകളാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് റീസെൻ്റായിട്ട് ഉണ്ടാകുന്നത്, അതിന് പ്രചോദനമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സും, അതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്തു പഠിച്ചു. ഇത്രയും 2 ടോപ്പിക്കുകളാണെന്ന് പഠിച്ചിട്ടുള്ളത്. 2 ടോപ്പിക്കുകളും നന്നായിട്ട് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ പോയിന്റുകൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ആ പോയിന്റിൽ നിന്നും നിങ്ങൾ കുറച്ചും കൂടി ഇതായിട്ട് എഴുതാനായിട്ട്, നിങ്ങൾ എക്സ്പ്ലനേറ്ററി ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് വേണ്ട ഒരു അവെയർനെസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ 2 ടോപ്പിക്കുകളും നന്നായിട്ട് പഠിക്കുക. ഇതുവരെയുള്ള ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. ഈസിയാണ്, പഠിക്കാനൊന്നും അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സബ്ജക്റ്റാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. നന്നായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.